Good afternoon all. Welcome back to yet another vlog. ഇത് ഫ്രൈഡേത്തെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോന് സ്കൂളുള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അടുക്കള പരിപാടികൾ ഫുള്ള് തീർക്കാമെന്ന് കരുതി എന്നിട്ടാണ് ക്ലീനിങ്ങിനൊക്കെ നിന്നത് കേട്ടോ. ഇന്ന് മെയിനായിട്ട് വേറെ ഒന്നുമില്ല, ഒരു സ്നാക്കും പിന്നെ അതിൻ്റെ ഒപ്പം ലഞ്ചിന് കൊടുത്തു വിടാൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്ന വ്ളോഗാണ്. ഇന്നത്തെ ഓരോ വ്ളോഗിലും ഞാൻ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമായിരിക്കും. ഇന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന ടോപ്പിക്ക് സ്വപ്നങ്ങളെ കുറിച്ചാണ് കേട്ടോ, ഇൻക്ലൂഡിങ് മൈ പേഴ്സണൽ സ്വപ്നങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 12th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആഫ്റ്റർ പ്ലസ് ടു അവർ മെഡിക്കലിന് പോകണം, എൻജിനീയറിങ്ങിന് പോകണം, മറ്റേത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് കാര്യമായിട്ട് ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ആലോചിക്കാറുണ്ട്, അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സ്വപ്നം തന്നെ ഇല്ല, അത് എന്തുകൊണ്ടില്ല എന്ന് പോലും ഞാൻ അന്ന് ആലോചിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഓരോ കാര്യങ്ങളും എനിക്കായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു ഏർണിങ്സ് വേണം, അല്ലെങ്കിലോ ഞാൻ എന്തെങ്കിലും എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പണ്ട് ചിന്തിച്ചില്ല എന്ന് ഇപ്പോഴാണ് ഞാൻ ആലോചിച്ച് തുടങ്ങുന്നത്. അതിനേക്കാളും ചെറുപ്പത്തിൽ ഞാൻ എന്നോട് എന്താവണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഡോക്ടറാവണമെന്ന്. അപ്പോൾ എന്നോട് ഫാമിലിയുള്ള ആൾക്കാർ വലുതാകുമ്പോൾ നീ ഡോക്ടറായില്ലെങ്കിലും എനിക്കൊരു ഡോക്ടറാവെന്ന് പറയുമ്പോൾ അതെന്തോ എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണോ ഞാൻ പറഞ്ഞെന്നുള്ളൊരു വല്ലാത്തൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 8th ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ തറവാട്ടിൽ അന്ന് വീട്ടിൽ ആരുമില്ല. എൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം നടക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ദിവസം കാത്തിരുന്ന് ഉണ്ടായ ആനുവൽ ഡേ പരിപാടി നടക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മോള് പ്രസവിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അന്ന് വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ എൻ്റെ വല്യമ്മ പറഞ്ഞു, നീ തുണയ്ക്ക് നിൽക്കണം, നീ ഇന്ന് സ്കൂളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിലോ ഭയങ്കര സങ്കടം. ഞാൻ പോട്ടെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞ് ഞാൻ കെഞ്ചി. പക്ഷേ വല്യമ്മ ഒരു നിലയ്ക്കും സമ്മതിക്കണ വഴിയില്ല. അവസാനം വല്യമ്മ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, നീ ആരെ കാണാനാണ് പോണത്, എവനാ നിന്നെ കാത്തിക്കണമെന്നുള്ളത്. അതോടുകൂടി എനിക്കന്ന് ആനുവൽ ഡേക്ക് പോകാനുള്ള പൂതി മാറിയിട്ടോ. അതുപോലെ ഞാൻ ഒരു 5th 6th പഠിക്കുന്ന സമയത്തൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കും. സ്കൂൾ ലെവലിൽ ഡാൻസിനായിക്കോട്ടെ പാട്ടിനായിക്കോട്ടെ എല്ലാത്തിലും എനിക്ക് ഫസ്റ്റ് കിട്ടും ചെയ്യും. സ്പീച്ചിന് കാര്യങ്ങൾക്കൊക്കത്തിനും കിട്ടും. പിന്നെ അത് ഡിസ്ട്രിക്ട് ലെവലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ പോകുമ്പോൾ എന്താവും, വീട്ടുകാർ സമ്മതിക്കില്ല. നീ പോണ്ട, നേരം വൈകിട്ടായിരിക്കും എത്തുക, അത് സേഫല്ല, ആണല്ല, പെൺകുട്ടിയാണ്, എന്തിനപ്പം അതിനൊക്കെ പോയിട്ട് എന്താ കാര്യം എന്നുള്ള പല ചോദ്യങ്ങളും. അപ്പം ഞാൻ ആദ്യം മെനക്കെട്ട് അത്രയും പ്രാക്ടീസ് ചെയ്ത് അത്രയും പഠിച്ച് സ്കൂളിൽ ഫസ്റ്റായിട്ട് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. അങ്ങനെ മറ്റുള്ളവർ എൻ്റെ ലൈഫിൽ കയറി ഒരുപാട്, എൻ്റെ ലൈഫിൽ നിന്നല്ല, എൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അപ്പോൾ നമുക്കൊരു റോളും ഇല്ലാതാകുമ്പോൾ നമ്മൾ സ്വപ്നം കാണാൻ തന്നെ മറന്നു പോകും. അങ്ങനെ എനിക്കൊരു സ്വപ്നങ്ങളില്ലാതെ, എനിക്കൊരാഗ്രഹങ്ങളില്ലാതെ, ഒരിഷ്ടങ്ങളില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് നല്ലൊരു മോളായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു ഉമ്മയായി ജീവിച്ചിട്ട് അവസാനം എനിക്കെന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് നല്ലൊരു കുട്ടിയാണ്, എൻ്റെ കുട്ടി നല്ലൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ നല്ലൊരു ഭാര്യയാണ്, അവൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്, അവൾ എനിക്ക് എല്ലാ സുഖങ്ങളും തരുന്നുണ്ട്, അവൾ ഞാൻ പറയണ അനുസരിക്കുന്നുണ്ട്. എൻ്റെ മക്കളാണെങ്കിലോ എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി എന്തുണ്ടാക്കി തരും, നല്ല ഉമ്മയാണ്, ഒക്കെ ശരിയാണ്. എല്ലാത്തിലും അൽഹംദുലില്ലാഹ്, എല്ലാം എനിക്കും സന്തോഷം തന്നെയാണ്. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ സത്യം പറയാലോ, ഇതുവരെ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ശരീരം പോലും ഞാൻ നോക്കിയിട്ടില്ല, എൻ്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല, എനിക്ക് എന്ത് സ്വപ്നങ്ങൾ എന്താണെന്ന് പോലും ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ ലൈഫിൽ എന്നെക്കാളും പ്രയോറിറ്റി ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നത് കുറ്റമാണെന്നല്ല പറയണത്, പക്ഷേ നമ്മൾ മറ്റൊരാൾക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ യൂസ്ഫുള്ളായിരിക്കണേക്കാളും നല്ലത് നമുക്കിഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് അവൈലബിളായിരിക്കാം, അല്ലെങ്കിലോ അവർക്കൊരു സപ്പോർട്ടായിരിക്കാം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഏതോ സിനിമയിൽ മോഹൻലാൽ പറയണ കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ യൂസ്ഫുൾ ആവണം എന്നുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വലിയ തെറ്റാണ് കേട്ടോ. അങ്ങനെ യൂസ്ഫുള്ളായിരുന്നവരൊക്കെ തേഞ്ഞു പോയിട്ടേ ഉള്ളൂ.
അതുമാത്രമല്ല, നമ്മളിങ്ങനെ കുറേ ഒന്നും ചെയ്യാതെ, നമ്മളുടെ ശരീരം ശ്രദ്ധിക്കാതെ, നമ്മുടെ സൗന്ദര്യം ശ്രദ്ധിക്കാതെ, നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കുറേ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര മെൻ്റലി സ്ട്രെസ്ഡ് ആവും. ഭയങ്കര ഡിപ്രഷൻ തോന്നും, ആങ്സൈറ്റി തോന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 10 years ലൈഫിൽ അൽഹംദുലില്ലാഹ് എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാ സുഖങ്ങളും കിട്ടിയിട്ടുണ്ട്. 2 മക്കളുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഒന്നിലും എനിക്കൊരു റോളും ഇല്ല എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ഞാൻ എന്ത് ചെയ്തു? കുറേ ഭക്ഷണം ഉണ്ടാക്കി, കുറേ വീട്ടുപണികൾ ചെയ്തു. അല്ലാതെ എനിക്ക് എന്താണ്? ഒരാളോട് പറയുമ്പോൾ ഞാനൊരു ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, കുറേ സീരീസും കണ്ടിരിക്കുന്നു, കുറേ മൊബൈൽ നോണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചിരിക്കാന്നല്ലാതെ വേറൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ കാരണം മറ്റുള്ളവരൊക്കെ മൂവ് ഓൺ ആവുന്നുണ്ട്. നമുക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ വേണം. ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ഒരുപാട് ബ്ലെസ്ഡാണ് കേട്ടോ. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം തോന്നുന്ന സമയത്ത് ഞാൻ ഗാസയിലുള്ള മക്കളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ എത്ര കഷ്ടപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്നായിരുന്നാലും നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെസ്സിനും നമ്മുടെ ഒരു ആരോഗ്യത്തിനും നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഒരു ഇൻവോൾവായി നിൽക്കണം. സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങണം, അതിൽ ഇൻവോൾവ് ആവുക. അതിന് വേണ്ടി കുറച്ചൊരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തുക. നമ്മൾക്കൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ തീരുമാനിച്ച് ഞാൻ തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറെ 2 കാര്യങ്ങളും കൂടി ചിന്തിച്ചിട്ടുണ്ട്. അത് നടക്കുമെന്നറിയില്ല, ബട്ട് എനിവേ ഐ വിൽ ട്രൈ ഫോർ ഇറ്റ്. നടന്നാൽ അൽഹംദുലില്ലാഹ് സന്തോഷം, ഇനി നടന്നില്ലെങ്കിലോ സങ്കടവുമില്ല. ഒന്നാമത് എനിക്ക് യാത്രകൾ ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകണം. ഓരോ നാട്ടിലത്തെയും ഭക്ഷണങ്ങൾ ആസ്വദിക്കണം, അവരുടെ കൾച്ചേഴ്സ് മനസ്സിലാക്കണം, ഓരോരോ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണണം. അങ്ങനെ ലോകം മൊത്തം കറങ്ങണം. പിന്നെയുള്ള വേറൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യം ഞാൻ നല്ലോണം ശ്രദ്ധിക്കണം. എനിക്ക് 2 ഡെലിവറി അതും അടുപ്പിച്ച് നടന്ന്, 2ഉം സിസേറിയൻ ആയിരുന്നു. അതിനുശേഷം എന്നും ബാക്ക് പെയിന് കാര്യങ്ങൾ, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാനൊന്ന് ഒരു റെഡിയായിട്ട് നല്ലൊരു ആരോഗ്യം തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ട്. ഇതാണ് എൻ്റെ 2 മെയിൻ ഗോൾ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്വപ്നങ്ങളെ നമ്മളുടെ ഇല്ലാതാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സാഹചര്യം, പിന്നെ നമ്മുടെ മടി, അതിനേക്കാളും വലുത് നമ്മുടെ ആരോഗ്യം. ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. നമുക്ക് സാഹചര്യങ്ങൾ വേണമെങ്കിൽ മാറ്റാൻ പറ്റും, നമുക്ക് മടി വേണമെങ്കിൽ മാറ്റാൻ പറ്റും. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മെയിൻ ഫോക്കസ് ആരോഗ്യത്തിന് കൊടുക്കുക. പിന്നെ എല്ലാ ഫീൽഡിലാണെങ്കിലും എല്ലാവരും ചത്തു കുത്തിയിട്ട് തന്നെയാണ് പണിയെടുക്കണതല്ലേ. അപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ശരി, നമ്മൾ ഈ തിരക്ക് നെട്ടോട്ട് ഓടുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പൗസ് അമർത്തിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ശരിയായ ട്രാക്കിൽ കൂടെയാണോ പോകണത് എന്നുള്ളത്. നമ്മുടെ ട്രാക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഓട്ടത്തിനൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഓട്ടമാണോ ഓടണത് എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുക. അതിനായിട്ട് ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.